പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. 3 തവണ ഭരണാധികാരത്തിലേറിയ മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്താവുന്നു. അവരുടെ പാർട്ടിക്ക് 80 MLA-മാർ മാത്രമേ ഉള്ളൂ. ആ 80 MLA-മാരിൽ തന്നെ ഏതാണ്ട് 64 പേർ തങ്ങളുടെ കൂടെയാണെന്ന് വിമതപക്ഷം പറയുന്നു. അതായത് മമതയെ അവരൊക്കെ കൈവിട്ടു. അതൊരു കഥ. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ മമതയുടെ 28 MP-മാരിൽ അല്ല ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിൽ തന്നെ 20 പേർ മമതയ്ക്കെതിരായിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായി നിൽക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പശ്ചിമ ബംഗാളിന്റെ ഒരു സംഭാവന ഇപ്പോഴത്തെ നിലയിൽ. പക്ഷെ യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് നടക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് സാമ്പത്തിക കണക്കുകളിലെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആളോഹരി വരുമാനം, ഒരാളുടെ വാർഷിക വരുമാനം പശ്ചിമ ബംഗാളിൽ 1.63 ലക്ഷം ആണ്. അതായത് ഇന്ത്യയുടെ ദേശീയ ശരാശരി ആളോഹരി ഒരാളുടെ വരുമാനം 2.5 ലക്ഷമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ താഴെയാണ് പശ്ചിമ ബംഗാൾ കിടക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അധോഗതിയിലേക്ക് പശ്ചിമ ബംഗാൾ പോയത്? 1960-61 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 127%, അതായത് 27% അധികമായിരുന്നു പശ്ചിമ ബംഗാളിന്റെ ആളോഹരി വരുമാനം. അതേപോലെ തന്നെ 70-71 അത് 118%. പക്ഷേ തുടർന്ന് പശ്ചിമ ബംഗാളിലെ 77 മുതലുള്ള CPM ഭരണകാലത്താണ് ഏറ്റവും അധികം പശ്ചിമ ബംഗാൾ അതിൻ്റെ അധോഗതിയിലേക്ക് അതിനെ കുത്തി വീണത്. അവിടുത്തെ എല്ലാ വ്യാവസായിക പുരോഗതിയും ഇല്ലാതായി. പക്ഷേ ആ വ്യാവസായിക പുരോഗതി ഇല്ലാതായിട്ടും അവസാന നിമിഷമാണ് അവരത് തിരുത്താൻ പോയത്. ആ തിരുത്തുന്നതും പാളിച്ചകളിലേക്കാണ് പോയത്. നമുക്കറിയാം, ടാറ്റയുടെ നാനോ ഫാക്ടറിയൊക്കെ സിംഗൂറിലൊക്കെ ഫാക്ടറികളൊക്കെ തുടങ്ങാൻ പോയി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. ഭൂമി ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായി. അപ്പം ഒരു കാലഘട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് വ്യവസായവൽക്കരണത്തെ എതിർക്കുകയും അതിനെ തകർക്കുകയൊക്കെ ചെയ്തിരുന്ന CPM പിന്നീട് പെട്ടെന്ന് അവർ വ്യവസായവൽക്കരണത്തിന് ആളുകളാണ്. പക്ഷെ അത് തന്നെ വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി അല്ലാതെ നടത്തിയത് കൊണ്ട് തന്നെ മമതാ ബാനർജിയുടെയൊക്കെ നേതൃത്വത്തിലും അല്ലാതെയൊക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുകയും അവരൊക്കെ തന്നെ ടാറ്റയൊക്കെ ബംഗാളിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. നമുക്ക് ഇന്ത്യയുടെ GDP റേറ്റ് 70കളിലൊക്കെ വളർച്ച 3 മുതൽ 3.5% വരെ ആയിരുന്നു. പക്ഷേ ആ സമയത്തും ബംഗാളിലേത് 1.5 മുതൽ 2% വരെ മാത്രമായിരുന്നു. അപ്പോൾ ബംഗാൾ എങ്ങനെയാണ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ഇന്ത്യയിലെ ആളോഹരി വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ GDP വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് പശ്ചിമ ബംഗാൾ എത്രത്തോളം പുറകോട്ട് പോയി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ 5% വരെ 5.6% വരെ ആയിരുന്നു പശ്ചിമ ബംഗാളിൻ്റെ അതിൻ്റെ പങ്ക്. പക്ഷേ പിന്നീട് അത് വളരെ താഴുകയാണ് നമുക്ക് ചെയ്തതെന്ന് കാണാൻ പറ്റും. വളരെ താഴോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് പശ്ചിമ ബംഗാളിലെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് വ്യവസായ വികസനത്തിൽ അല്ലെങ്കിൽ വ്യവസായ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള പുറകോട്ടടിയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ കൊൽക്കത്ത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രധാന നഗരമായിരുന്നു, ഇന്ത്യയിലെ തന്നെ പ്രധാന നഗരമായിരുന്നു. എല്ലാവിധത്തിലുള്ള വ്യവസായങ്ങളൊക്കെ വളർന്നിരുന്നൊരു അല്ലെങ്കിൽ പന്തലിച്ചിരുന്നൊരു സംസ്ഥാനമായിരുന്നു ബംഗാൾ. അങ്ങനെ അതിനെ പുറകോട്ടടിക്കുകയാണ് അവിടുത്തെ ദീർഘനാളത്തെ ഒരു 34 വർഷം ഭരിച്ച ഇടതുപക്ഷം. അതിന് തൊട്ടുമുമ്പ് ഇടതുപക്ഷം വരുന്നതിന് മുമ്പ് അവസാനത്തെ സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ നാളുകളിൽ തുടങ്ങിയതാണ് പശ്ചിമ ബംഗാളിലെ പുറകോട്ടുള്ള പോക്ക്. പിന്നീട് 15 വർഷം മമത ഭരിച്ച സമയത്തും ഈ ഒരു പുറകോട്ട് പോക്കാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബംഗാളികളായിട്ടുള്ള അവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്നാണ് പശ്ചിമ ബംഗാളിലെ പുതിയ BJP സർക്കാരിന് ആ നാട്ടിനെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു പ്രയാണം തുടങ്ങേണ്ടത്. അതിൽ അവർക്ക് എത്രത്തോളം കഴിയും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം, BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി. നമുക്കറിയാം, ടാറ്റയും ബിർളയുടെ ഒക്കെ കമ്പനികളൊക്കെ തന്നെ ഇഷ്ടം പോലെ ഫാക്ടറികളൊക്കെ തന്നെ ബംഗാളിലുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സർക്കാരിന്റെ സൗഹാർദ്ദപരമല്ലാത്ത സമീപനത്തെ തുടർന്ന് പതുക്കെ അവരൊക്കെ തന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇനിയും ബംഗാളിന് വികസിക്കാൻ കഴിയും. വേണമെങ്കിൽ IT മേഖലയിൽ കൽക്കത്തയെ വലിയൊരു IT നഗരമാക്കി മാറ്റിയെടുക്കാൻ അവിടുത്തെ ബംഗാളിലെ സർക്കാർ വിചാരിച്ചാൽ അവർക്ക് കഴിയും. അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയിലൂടെ അങ്ങനെ ആളുകളുടെ സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട്
ബംഗാളിനെ വലിയൊരു വ്യാവസായിക സംസ്ഥാനമാക്കി മാറ്റാൻ അവിടുത്തെ സർക്കാരിന് വിചാരിച്ചാൽ കഴിയും. പക്ഷെ വളരെയധികം കാരണം നമ്മളൊരു സീറോയിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം നെഗറ്റീവിൽ നിന്ന് തുടങ്ങുകയാണ് പശ്ചിമ ബംഗാളിലെ സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു സിറ്റുവേഷനാണ് ഉള്ളതെങ്കിൽ പോലും ഇച്ഛാശക്തിയോടുകൂടി പശ്ചിമ ബംഗാളിലെ സർക്കാരിന് വിചാരിച്ചാൽ പശ്ചിമ ബംഗാളിനെ ഒരു വ്യാവസായിക സംസ്ഥാനമാക്കി മാറ്റാൻ പറ്റും. കാരണം 2 പോർട്ടുകൾ, ഹൽദിയ പോർട്ടുണ്ട്, അതുപോലെ തന്നെ കൽക്കത്ത പോർട്ടുണ്ട്. അപ്പോൾ ഈ വ്യവസായ വികസനത്തിൽ ഈ 2 പോർട്ടുകളും വളരെ കാര്യമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആസൂത്രണം ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യും. എല്ലാ മേഖലകളിലും വ്യവസായ വികസനത്തിൻ്റെ എല്ലാ മേഖലകളിലും കാര്യമായ വളർച്ച കൈവരിക്കാനുള്ള സംഘടിതമായ ശ്രമം ഉണ്ടാകുകയാണെങ്കിൽ, അതേപോലെ തന്നെ വ്യവസായികൾക്ക് നിക്ഷേപം നടത്താനുള്ള ഒരു അന്തരീക്ഷം കളമൊരുക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ തീർച്ചയായിട്ടും വികസിക്കാൻ കഴിയും. ഇന്ന് നമുക്ക് പശ്ചിമ ബംഗാളിലെ ആളുകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അവരൊന്നും തന്നെ വിദഗ്ധരായ തൊഴിലാളികളല്ല, ആരും അങ്ങനെ സ്കിൽഡായ വർക്കേഴ്സ് അല്ല, അവിദഗ്ധരായ തൊഴിലാളികളാണ്. അവർക്ക് പശ്ചിമ ബംഗാളിൽ തന്നെ അവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി അതിനുള്ള വ്യാവസായിക വളർച്ച ഒരുക്കാൻ പശ്ചിമ ബംഗാളിലെ സർക്കാരിന് കഴിയും. പക്ഷെ അവരതിന് എത്രത്തോളം ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ഇപ്പം പശ്ചിമ ബംഗാളിലെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ബംഗാളിൻ്റെ വയലൻസ്, ബംഗാളിൽ നടക്കുന്ന രാഷ്ട്രീയ അതിക്രമം, കൊലപാതകങ്ങൾ, അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, അതേപോലെ തന്നെ RG കർ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും അതിനെ തുടർന്ന് ഗവൺമെൻറ് പുറത്തു പോകും. ആ ഗവൺമെൻറ് പുറത്തു പോകുന്ന സമയത്തും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പുറത്തുപോയ രാഷ്ട്രീയ പാർട്ടിയുടെ അകത്തുള്ള ആന്തരികമായ സംഘർഷങ്ങൾ, ഇത് മാത്രമാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പശ്ചിമ ബംഗാൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് പിറകോട്ട് പോയ പശ്ചിമ ബംഗാളിനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി.